ഇടുക്കി ജില്ല വരുമ്പോൾ എല്ലാവരും മിസ്സാക്കി കളയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ, വയനക്കാവ്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഹായ് കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ജോൺ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ ഒരു സ്ഥലത്താണ്. അതായത് കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗ്യ ലൊക്കേഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന വായനക്കാവ് എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാട്ടോ. ഈ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ തൊടുപുഴയിൽ നിന്നും മൂലമറ്റം പോകുന്ന വഴിക്ക് കൊടയത്തൂർ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാട്ടോ, മെയിൻ റോഡ് അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ ഒരു 1.5 കിലോമീറ്റർ വന്ന് നമുക്ക് ഈ അടിപൊളി സ്ഥലത്തെത്താം. ഈ വായനക്കാവിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ഇതെന്ന് പറയുന്നത് കണ്ടോ, വായനക്കാവ് ദേവീക്ഷേത്രം കണ്ടോ. ആ മതിലിൻ്റെ ഉള്ളിലാട്ടോ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൊത്തം മരങ്ങൾ കൊണ്ട് ചുറ്റും മരങ്ങളാണ്, പച്ചപ്പുകൾ കിടക്കുന്ന മനോഹരമായ ഒരു ക്ഷേത്രം. അതുപോലെ ഇവിടെ ഫിലിം ലൊക്കേഷൻ്റെ ഇഷ്ടത്താവളം ഇത് എൻ്റെ ഈ പുറകെ കാണുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ. ഇത് ഈ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയേക്കുന്ന പള്ളിച്ചട്ടമ്പിയുടെ ആ പള്ളിയൊക്കെ ഇരിക്കുന്ന കേട്ടോ. അതെ, ഈ പുറകെ ഇരിക്കുന്ന പള്ളിച്ചട്ടമ്പി ആണ് ഏറ്റവും ലേറ്റസ്റ്റായി ഇപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ അനേകം മലയാളം ഫിലിമുകളെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തമിഴ്, ഹിന്ദി ഇല്ല കേട്ടോ, കന്നഡ, അങ്ങനെയുള്ള പല ഫിലിമൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. വായനക്കാവിലേക്ക് പോകുന്ന റോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൊടയത്തൂർ ജംഗ്ഷൻ ഇവിടെ നിന്ന് ഇടത്തേക്കാട്ടോ നമുക്ക് പോകേണ്ടത്. നേരെ പോകുന്ന മൂലമറ്റം. ഇവിടെ ഒരു ചർച്ചിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൈഡിലായിട്ടാണ് കുഞ്ഞിക്കൂനൻ ഷൂട്ടൊക്കെ ചെയ്തത്. ഇത് പഴയ മൂലമറ്റം റോഡായിരുന്നു കേട്ടോ. ഈ പുതിയ റോഡ് വന്നതിന് മുമ്പുള്ള ഒരു റോഡാട്ടോ. അതേ ഇത് കണ്ടോ, ചെറിയൊരു പാലന്ന്. ഇതിപ്പം ഈ മലങ്കര ഡാമിൽ ശരിക്കും വെള്ളം കയറി കിടക്കുന്നത് കൊണ്ടാട്ടോ. ഇത് കണ്ടോ, ഈ വെള്ളം എവിടം വരെ കയറി കിടക്കുന്നതെങ്കിൽ കേട്ടോ. ആ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ വാഹനങ്ങളൊക്കെ പോകുന്ന കേട്ടോ. അതുപോലെ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുക. എന്നെ അടിപൊളി കാഴ്ച എന്നറിയാമോ. അപ്പോൾ നമ്മുടെ ഈ വായനക്കാവൊക്കെ വരാൻ നേരത്ത് ഇവിടെയൊക്കെ ഒന്ന് കാണാൻ ആരും മറക്കരുത്. ഈ വെള്ളം കയറി കിടക്കുന്നതിന് അപ്പുറത്ത് ആ പള്ള പിടിച്ച് കിടക്കുന്നവരുടെ നേരത്തെ കുഞ്ഞിക്കൂന ഷൂട്ടൊക്കെ നടന്നതാണ്. എന്നെ അടിപൊളിയല്ലേ. അതുപോലെ രാവിലെ ഇവിടെ വന്നപ്പോൾ പള്ളി കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഇറങ്ങുന്നത് ഇതാട്ടോ. ഇടുക്കി ജില്ലയിലെ ട്രാഫിക് ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആ ഒരു പാലം. ഒന്നല്ല, ഇവിടെ 2 പാലമുണ്ട്. ഇത് കൊടയത്തൂര്, പിന്നെ ഒന്നുള്ളത് കോളപ്പുറയാട്ടോ. അവിടെ ഗ്രീൻ തെളിഞ്ഞ് നിൽക്കാൻ നേരത്താണ് വാഹനങ്ങൾ, നമുക്ക് ഏത് സൈഡിൽ നിന്നാണ് വാഹനങ്ങൾ നമുക്ക് കടന്നു പോകാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ ആ പാലം കയറി ഇങ്ങോട്ട് നടന്നു വരാൻ നേരത്തെ നല്ല അടിപൊളി ഒരു കാഴ്ച കേട്ടോ. കേട്ടോ, ടൈലൊക്കെ വിരിച്ച നല്ലൊരു റോഡും. ഇതൊരു ചെറിയൊരു റിസോർട്ടാട്ടോ. ചെറുതല്ല, ഒരു റിസോർട്ടാട്ടോ അത്. ഓക്കെ, മലങ്കര ജലാശയത്തിൻ്റെ സൈഡിലായിട്ട് അവിടെ നിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ ആ മലനിരകൾ, ഈ വെള്ളത്തിൻ്റെ ബാക്കിലോട്ട് ആ മലനിരകളൊക്കെ നിൽക്കുന്ന കാണാൻ എത്ര അടിപൊളി കാഴ്ച അല്ലേ. ഇതൊരു ഫോട്ടോഷൂട്ടിന് അടിപൊളി സ്ഥലമാട്ടോ ഇത്. ഒന്നും പറയാൻ വാക്കുകളില്ല കേട്ടോ. ഇതൊക്കെ രാവിലെ വരണം. വെയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടുമായിരിക്കും ഇവിടെയൊക്കെ. അപ്പോൾ ഇതാട്ടോ നമ്മൾ ആ ഇറങ്ങി വന്ന പാലം. ഇതാണ്, ഇത് കൊടയത്തൂർ പാലം. ആ പാലം കയറി നമ്മൾ വനത്തേക്ക് ഇറങ്ങാൻ നേരത്ത് നല്ല അടിപൊളി ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലമുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ആ മുകളിൽ കാണുന്ന മലനിരയാണ് നമ്മുടെ ഇലവിഴാപ്പൂഞ്ചിറ. ഇലവിഴാപ്പൂഞ്ചിറയിൽ നിന്ന് നോക്കുന്ന ആ പാലും ആ കാഴ്ചകളിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് രാവിലെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന്, വേനൽക്കാലമാണെങ്കിൽ അതിരാവിലെ കൂടെ വന്നു കേട്ടോ. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനല്ലോ. ഇത് ഇങ്ങനെ ഈ പാലത്തേക്കൂടെ വണ്ടിയൊക്കെ പോകുന്നു. അതുപോലെ ആളുകൾ രാവിലെ ഇപ്പോൾ ഇവിടെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് പോകുന്നു. ശരിക്കും ഒരു ഗ്രാമീണത നിറഞ്ഞു നോക്കി നിൽക്കുന്ന നല്ലൊരു സ്ഥലമാണ് കൊടയത്തൂര്. ഈ പാലത്തേക്കൂടെ വർത്താനം പറഞ്ഞൊക്കെ നടന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. ഇടുക്കി ജില്ലയിലെ 5 മനോഹരമായ സ്ഥലങ്ങളിലെ പേരെടുത്താൽ അതിൽ ഉറപ്പായിട്ടും ഒരു സ്ഥലം എനിക്ക് പറയാനുള്ളത് ഈ കൊടയത്തൂർ ഗ്രാമവും വയനക്കാവുമാണ്. ഇവിടെ വന്നാൽ വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കും. അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഈ ഗ്രാമത്തിലുള്ളത്. നമ്മൾ ആ മുന്നോട്ട് പോന്നപ്പം
ഒരു റബ്ബർ ബാൻഡ് ഫാക്ടറി ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് ഇതാട്ടോ ഈ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന അതിന് മുന്നോടിയായിട്ട് ഉണ്ട് എല്ലാം ഇവിടെ ഇത് തൂക്കി തൂക്കി ഇട്ടുന്നുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്താണ് ഈ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നത്. എനിക്ക് എന്തോരം ഏതൊക്കെ കളറ് എല്ലാം കുറേയൊക്കെ നിലത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇത് ഉണങ്ങാൻ ഇട്ടേക്കുന്നതാണോ എന്ന് അറിയത്തില്ല. എല്ലാം ഇങ്ങനെ നിലയായിട്ട് തൂക്കി തൂക്കി ഇട്ടേക്കുക. ഇവിടെ പല അളവിലുള്ള അച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാട്ടോ അതിൻ്റെ അച്ച്. വിവിധ തരം അളവാണേ. ഇവിടെ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് മെഷീനിലിട്ടൊക്കെ എന്തോ പ്രോസസ്സൊക്കെ ചെയ്താട്ടോ. അത് ഈ കാണുന്ന ഇത് കണ്ടോ, ഇതിവിടെ ഈ പല അളവിലുള്ളതാട്ടോ ഈ തൂക്കിയിട്ടേക്കുന്നത്. ഇതിങ്ങനെ ഈ നീട്ടത്തിൽ ഈ കിടക്കുന്ന ഇത് ഈ അച്ചിൽ റെഡിയാക്കി എടുത്തേക്കുന്ന സാധനങ്ങളാട്ടോ, റബ്ബറുകൾ. ഇവിടെ വന്നപ്പോൾ ഈ അമ്പലത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഞാവലിൻ്റെ പഴം നോക്കി എന്തൂരത്ത് ഉണ്ടോ. ഞാവലിൻ്റെ പഴം നിൽക്കുന്ന ഇവിടെ മുഴുത്ത ഞാവൽപ്പഴം ഉണ്ടോ, നല്ല ടേസ്റ്റാണേ. അതുകൊണ്ട് ഇവിടെ എല്ലാം കിളികളുടെ ഒച്ചകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഇവിടെ. ഈ പച്ചപ്പുകൾ കൊണ്ട് സമ്പന്നമായ ഈ മനോഹരമായ മലങ്കര ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയും അതിനിടയിൽ തുരുത്തുകളായിട്ടുള്ള കുറേ സ്ഥലങ്ങളും. എന്താലേ, വാക്കുകളില്ല ഇവിടതിനെക്കുറിച്ച് വിവരിക്കുവാൻ. അതുകൂടാതെ ഈ വെള്ളത്തിൻ്റെ നടുവിലായിട്ടുള്ള വയനക്കാവ് ദേവീക്ഷേത്രമൊക്കെ കാണാൻ എത്ര സുന്ദരമാണ്. ഇരിക്കണ ഇങ്ങനെയുള്ള ഈ റോഡൊക്കെ കാണാൻ എല്ലാം ഭംഗിയാലേ. ഈ വെള്ളം കയറി കിടക്കുന്നതിൻ്റെ സൈഡിലുള്ള മൺവഴികളൊക്കെ കാണുമ്പോൾ നല്ലൊരു ഗ്രാമീണം എന്ന് പറഞ്ഞെടുക്കുന്ന നല്ലൊരു കാഴ്ച. അതുപോലെ അങ്ങിങ്ങായി നിൽക്കുന്ന മരങ്ങളും മൈതാനം പോലെ കിടക്കുന്ന പച്ചപ്പുകൾ നിറഞ്ഞ ഈ മനോഹരമായ സ്ഥലവും വെള്ളവും എല്ലാം നമ്മളെ എല്ലാവരെയും കൊതിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഈ ഓരോ സിനിമയുടെയും സെറ്റ് ഇടാൻ നേരത്ത് നമ്മൾ ആ സ്ഥലങ്ങൾ ശരിക്കും ചെന്ന് കണ്ടാൽ നമ്മൾ ഇത് തന്നെയാണോ എന്ന് വിശ്വസിച്ചു പോകും. ഇത്രയും നമ്മുടെ കേരളത്തിൽ ഇത്രയും മനോഹരമായ സിനിമയ്ക്കുള്ള നല്ലൊരു സ്ഥലം വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഇൻഡസ്ട്രീസ് എല്ലാം നല്ല ഇതുപോലെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. എവിടെ നോക്കിയാൽ ചുറ്റും എവിടെ നോക്കിയാലും മലനിരകളും നല്ല പച്ചപ്പുകളും. ഇത് വേറെ ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ മലയാളം ഫിലിമിൽ കൂടി ഈ സ്ഥലമെല്ലാം പ്രശസ്തമായ ഇവിടെ മിക്കവാറും തന്നെ ഫിലിം ഷൂട്ടിംഗ് ഉള്ള സ്ഥലം കേട്ടോ. ഇവിടെ ഫിലിം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും ആരെയും പ്രവേശിക്കില്ല കേട്ടോ, പ്രവേശിക്കില്ല. അതുപോലെ ഇതുപോലെയൊന്നും നമുക്ക് നടക്കാനൊന്നും നമുക്കിവിടെ കിട്ടൂല കേട്ടോ. ഈ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ ഒരു പോത്ത് മേയുന്ന കാഴ്ചകൾ. ഇങ്ങനെ വെള്ളം ഇത്രയും നമുക്ക് അടുത്ത് കാണാൻ പറ്റിയ ഒരു സ്ഥലവും നമുക്ക് ഇതുപോലെ നല്ലൊരു ഭംഗിയോട് കൂടിയ ഒരു സ്ഥലം വേറെ ഒന്നും കാണില്ല കേട്ടോ. അതുപോലെ ഇരിക്കടെ എങ്ങനെ നമുക്ക് നടക്കാട്ടോ. ഇങ്ങനെ നടന്നത് ദൂരെ അവിടെ കണ്ടോ കുറേ ആൾക്കാരെ നിൽക്കണം. അതിൻ്റെ പുറകിലുള്ള പാലമുണ്ട്, ആ പാലത്തേക്കൂടെ കേട്ടോ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ സ്ഥലത്ത് എവിടെ വന്നാലും ഏത് സ്ഥലത്ത് വന്നാലും നല്ല വെള്ളം കയറി കിടന്ന കാഴ്ചകൾ നമ്മളെല്ലാം അതിമനോഹരമായ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ഥലമെല്ലാം പ്രശസ്തമായിരിക്കുന്നത് ഇപ്പോൾ ഫിലിം മലയാളം സിനിമയിൽ കൂടി കേട്ടോ. ഈ വയനക്കാവും ഈ കൊടയത്തൂരെല്ലാം നല്ല അടിപൊളിയായിട്ട് പ്രശസ്തമായിരിക്കുന്നത്. അതുപോലെ കോളപ്ര, അതുപോലെ ഈ ഫിലിം ഷൂട്ടിങ്ങിൻ്റെ പ്രധാന സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്നത് ഉണ്ടോ, നല്ല വിസ്താരമായിട്ട് മൈതാനം പോലെ കിടക്കുക. അതിൽ സൈഡിലായിട്ട് മലങ്കര ഡാമിലെ വെള്ളം കയറി കിടന്ന കാഴ്ചയും എല്ലാം നല്ല അടിപൊളി കേട്ടോ. പിന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്. ആ പള്ളിച്ചട്ടമ്പിക്കകത്ത് പള്ളിയൊക്കെ നിൽക്കുന്ന സ്ഥലം ഈ കാണുന്ന കേട്ടോ. ഇതുണ്ടോ, ഈ കാണുന്ന സ്ഥലത്ത് കേട്ടോ ആ പള്ളിയെല്ലാം സെറ്റ് ഇട്ടിരുന്നത്. ഒറിജിനൽ വെള്ളുന്ന പള്ളിയാട്ടോ അത്. എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും നല്ല അടിപൊളി കാഴ്ചയാണ് ഇത്. അതുപോലെ അതിൻ്റെ സെറ്റെല്ലാം ഇവിടെ ആയിട്ടേക്കുന്നത്. ഇപ്പോൾ നല്ല അടിപൊളി ഒരു പാലം കാണാം കേട്ടോ. ഇതിൽക്കൂടെ ബൈക്കുകളാണ് ഇതിൽക്കൂടെ പോലും, ബൈക്കും ആളുകളാണ് പോകും കേട്ടോ, വലിയ വണ്ടി പോകുകയില്ല.
അപ്പോൾ ഈ ഒരു പിന്നെ പാലം എന്ന് പറയുന്നത് ഒട്ടുമിക്ക മലയാള ഫിലിമിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആര്യൻ എന്ന സിനിമയിലെ അല്ലു അർജുൻ്റെ ആര്യൻ എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഞാൻ ഓർക്കുന്നില്ല. ആ പാട്ട് ചിത്രീകരിച്ചേക്കുന്നതും ഈ പാലത്തിലാട്ടോ. അപ്പോൾ എത്ര വർഷം മുന്നേ ഉള്ള ആണെന്ന് ഓർത്ത് നോക്കി. ഇതെല്ലാം മലങ്കര ഡാമിലെ വെള്ളം കയറി കിടക്കുന്ന മനോഹരമായ കാഴ്ച. ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ കളിക്കും. എന്തൊരു രസമായിരിക്കും അല്ലേ. ബോട്ടിങ് ചെയ്യാൻ ചെറിയ തുരുത്തുകളിൽ കൂടി ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്ന ആ മനോഹരമായ കാഴ്ച. പിന്നെ അതുപോലെ തന്നെ ആ ടവർ കാണുന്നില്ല, അതിൻ്റെ താഴെ ഉള്ളൂ മൊത്തം റംബൂട്ടാൻ തോട്ടം കേട്ടോ. അപ്പോൾ റംബൂട്ടാനൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അവിടെ ഒരു കാറൊക്കെ കിടപ്പുണ്ടേ. അതെങ്ങോട്ട് പോകുന്നതാണെന്ന് അറിയത്തില്ല. ഇത്ര നല്ല കാഴ്ചയല്ലേ സൂര്യൻ ഉദിച്ച് വരുന്നു. ഇവിടെയും നമ്മുടെ എലുവിഴ പുഞ്ചിറ മലനിരയുടെ മുകളിൽ നിന്ന് കാണുന്ന ആ മനോഹരമായ കുഞ്ഞു പാലും ആ തുരുത്തുകളെല്ലാം ഈ കാണുന്ന കേട്ടോ. അങ്ങ് ദൂരെ മലയിൽ മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ചകളൊക്കെ. നല്ല മഴക്കാലമായാൽ നമുക്ക് ഇവിടെ വന്നാൽ നല്ല മഞ്ഞ് മൂടിയ മനോഹരമായ കാഴ്ചകളും താഴ്വാരങ്ങളും, എവിടെ നോക്കിയാലും കുന്നിമുകളിലും പച്ചപ്പുകൾ നിറഞ്ഞ ആ പുൽത്തടികളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എത്ര വലിയ സ്ട്രെസ് നിറഞ്ഞ ജീവിതത്തിലാണ് നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷവും ആ മനസ്സിനുള്ള ആ കുളിർമയൊക്കെ നമുക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഈ ഓളപ്പരപ്പുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു കുളിര് നമുക്ക് തോന്നും. ഇത്രയും മനോഹരമാണ് നമ്മുടെ ഈ വായനക്കാവ് എന്ന് പറയുന്ന ഈ മനോഹരമായ സ്ഥലം. ഈ കാണുന്ന കേട്ടോ വായനക്കാവ് ക്ഷേത്രം. ഇതിൻ്റെ പുറകു സൈഡാണേ. അപ്പോൾ നമുക്ക് ആ പാലത്തെ കേട്ടോ എന്നാ അടിപൊളിയാണ് നോക്കി. ഒരു 100 മീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഇതിലുള്ള ആ യാത്രയൊക്കെ. ഇതിക്കടെ വന്ന് ഇങ്ങനെ നമുക്ക് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പാട്ടൊക്കെ പാടി പോകാനുള്ള പഴയകാല ആ സിനിമയിലെ ഓർമ്മകളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. ആ പാട്ട് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അതുകൊണ്ടോ ഒരു ബൈക്ക് വരുന്നത് കണ്ടോ. എല്ലാ ഭംഗിയാളേ. ഓ പൊളിയാട്ടോ. ഞങ്ങളിവിടെ വന്നപ്പം വലിയ വണ്ടികളൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞത് ഇപ്പോൾ ആൾക്കാരെ ഇത് കാണാൻ വരുന്നതെന്നറിയാമോ. അത് ഒരു 3-4 വണ്ടിയല്ല ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ട് കേട്ടോ കുറേ. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ വായനക്കാവ് എന്ന് പറയുന്നത് നല്ല മനോഹരമായ ഒരു സ്ഥലമല്ലേ. നമ്മുടെ കൊടയത്തൂർ ഗ്രാമത്തിലുള്ള ഒരു അടിപൊളി ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കേട്ടോ ഈ വായനക്കാവ്. അതായത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഇഷ്ട ലൊക്കേഷൻ കൂടി. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ.